മോർണിംഗ് ഒരു 6:30 കഴിഞ്ഞിട്ട് കോയമ്പത്തൂരിലേക്ക് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായി. അട്ടപ്പാടി റൂട്ടിൽ വഴിയാണ് നമ്മൾ കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. മലകളും മരങ്ങളും എല്ലാം ആയിട്ടില്ലേ, എന്തോ ഒരു പാങ്ങായില്ല കൂടിയിട്ട് പോകാൻ. ഇതിന് മുമ്പും ഞാൻ കുറേ വട്ടം പോയില്ല. നാസിർ ബായിക്ക് മൂത്രയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി കുറച്ച് നേരം ആടെ നിർത്തിയപ്പോൾ ഞാൻ കുറച്ച് കാടെല്ലാം ആസ്വദിച്ചു. പെരുത്തിയിട്ട് അവസാനം ചായ കുടിക്കാനൊരു ഹോട്ടൽ കിട്ടി. ഇത് താറാവ് മുട്ട ഞാൻ എടുത്തോളം കഴിച്ചിട്ട് അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് തിന്ന് നോക്കി. നല്ല ഹാർഡുണ്ട് മുട്ട. പിന്നെ ചായ കാര്യങ്ങളെല്ലാം കുടിച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം അവിടെ നിന്ന് എടുത്ത് പിന്നെയും കുറേ സമയം ഓടി നമ്മൾ. അപ്പാണ് മോനെ ഒരു വൈബ് സ്ഥലം കണ്ട. എന്തോ ഒരു പാങ്ങന്നെ അവിടെ മലയും കാര്യങ്ങളെല്ലാം ആയിട്ടില്ലേ. അവിടെ ഒരു പൊണ്ടവും ഇങ്ങനത്തെ മാഗി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വെക്കുന്ന ഒരു സ്ഥലം. അതെല്ലാം കുറിച്ച് ആസ്വദിച്ചിട്ടായിട്ട് നമ്മൾ നേരെ കോയമ്പത്തൂർ മണ്ണിലേക്ക്. വെള്ളിയാഴ്ച ആയതുകൊണ്ടും എത്തിയത് ജുമാന്റെ സമയം ആയതുകൊണ്ടും നമ്മൾ നേരെ പള്ളിയിലേക്കാണ് വിട്ടത്. സ്കാരെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നേരെ ലൈറ്റിന്റെ ഷോപ്പിലേക്ക്. ലൈറ്റിന്റെ ഒരുപാട് ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടാവും ഇവിടെ. ലൈറ്റിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് കോയമ്പത്തൂർ ഒരു ഓപ്ഷനാണ്. ഖാദറിന് മോട്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് മോട്ടറെല്ലാം നോക്കുന്നുണ്ടായമ്മോ. അങ്ങനെ കോയമ്പത്തൂർ തെരുവിലൂടെ കുറേ നമ്മൾ നടന്നവ. ഇലക്ട്രോണിക് മെഷീൻ അങ്ങനത്തെ എല്ലാം ഹോൾസെയിൽ കുറേ ഉണ്ട് ഷോപ്പ്. ഇത് കോയമ്പത്തൂർ ഏകദേശം കാണുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അവിടെ നേരെയുള്ള ഒരു ഹോട്ടലില്ല അവിടെ തിന്നാൻ. ഉള്ള ഹോട്ടലിൽ കയറിയിട്ട് കിട്ടിയതെല്ലാം മേങ്ങിയിട്ട് തിന്നിട്ട് നമ്മൾ അടന്ന് വിട്ട് ലൈറ്റെല്ലാം മേങ്ങിയിട്ട് പാക്കാക്കിയിട്ട് നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് നേരെ ഓരോ കൊണ്ട് തന്ന് പിന്നെ ക്ഷീണം മാറ്റാനായിട്ട് ഓരോരോ ലൈം ജ്യൂസും മുസംബി ജ്യൂസെല്ലാം കുടിച്ച് പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് നടക്കുന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അവിടെ. അങ്ങനെ രാത്രി ആയപ്പോൾ നമ്മൾ ഉക്കട മാർക്കറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങോട്ടേക്ക്. കുറച്ച് ഇപ്പുറത്ത് തന്നെ മൗലാന മുഹമ്മദ് അലി മാർക്കറ്റും ഉണ്ട്. അതും കൂടി വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വിട്ടാടുന്നു. വൈകിട്ടത്തെ ചായ നമ്മൾ രാത്രി ഒരു 8 മണിയാകുമ്പോൾ അഡ്ജസ്റ്റ് ആക്കി. പിന്നെ തിന്നാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൂട്ട് കട്ടെല്ലാം മേങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിൽ വന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ നേരെ വിട്ട് നാട്ടിലേക്ക്.